നമ്മുടെ ജീവിതം ആരംഭിക്കാൻ പോകുന്ന പ്രഥമ രാത്രിയാണെന്ന്. ഇങ്ങനെ ഒരു തുടക്കം നീ പ്രതീക്ഷിച്ചു കാണുന്നില്ല. ഏതോ മാളികയിലെ മണിയറയായിരിക്കും നീ സ്വപ്നം കണ്ടിരുന്നത്. പക്ഷെ വന്നെത്തിയത് ഈ കുടിലായിപ്പോയി. നമ്മൾ രണ്ട് വർഗത്തിൽപ്പെട്ടവരാണ്. നീ ഈ നാട്ടിലെ ഒരു ലക്ഷപ്രഭുവിന്റെ മകൾ. ഞാനാണെങ്കിൽ ആ ലക്ഷപ്രഭുവിന്റെ ചവിട്ടുമത്തായി കഴിയുന്ന ഒരു പാവപ്പെട്ടവന്റെ മകൻ. നമുക്ക് രണ്ടുപേർക്കും ഭുവങ്ങളുടെ അകലമുണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും മനുഷ്യരാണ്. മനുഷ്യനെ അടിമയാക്കുന്ന ഏർപ്പാട് എനിക്കിഷ്ടമല്ല. ആ പാരമ്പര്യത്തിനെതിരായുള്ള എന്റെ ധിക്കാരമാണ് ഈ വിവാഹം. രാധേ, നിയമപരമായി ഇന്ന് നമ്മൾ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരാണ്. പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും നമുക്ക് കഴിയണം. നീ ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നിനക്ക് കിട്ടിയില്ലായിരിക്കാം. പക്ഷേ കിട്ടിയ ജീവിതത്തെ ഇഷ്ടപ്പെടാനും ഇണങ്ങിച്ചേരാനും നീ ശീലിച്ചേ മതിയാണ്. എന്താ രാധ ഒന്നും മിണ്ടാത്തത്? രാധേ, ഈ ജന്മം ഞാൻ നിങ്ങളെ ഭർത്താവായി അംഗീകരിക്കില്ല. നിങ്ങൾ വലിയ നീതിബോധം പ്രസംഗിച്ചല്ലോ. ഒരു പെണ്ണിനെ ബലാത്കാരമായി പിടിച്ചോണ്ട് പോയി കല്യാണം കഴിക്കുന്നത് പാപമാണെന്ന് പഠിച്ചിട്ടില്ലേ? എന്റെ അച്ഛന്റെ കാരുണ്യമില്ലെങ്കിൽ കഞ്ഞി വെക്കാൻ മാർഗമില്ലാത്ത ഈ വീട്ടിൽ നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് ഭാര്യയാക്കാനല്ല, പക വീട്ടാനാണ്.